ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഭവം കണ്ടോ? നല്ലൊരു ചീസി ആയിട്ടുള്ള ടേസ്റ്റിയായ ഒരു ഇറ്റാലിയൻ വിഭവമാണ് ഇന്ന് കേട്ടോ. ഇന്ന് ഒരു വെജിറ്റബിൾ ലസാനിയാണ്. സാധാരണ ഇവിടെ ഞാൻ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ വെജിറ്റേറിയൻ ലസാനിയ അവൈലബിൾ ആവാറില്ല. ബീഫിലും ബാക്കിലൊക്കെയാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വീട്ടിലിങ്ങനെ ഇടയ്ക്കൊന്ന് വെജിറ്റേറിയൻ ലസാനിയ ട്രൈ ചെയ്യാറുണ്ട്. കണ്ടോ എന്തൊരു ചീസിയാന്ന്. വളരെ ഫുള്ളി ലോഡഡ് വെജിറ്റബിളും ചീസും ഒക്കെ ആയിട്ട് ഒരു ഹോം മെയ്ഡ് ലസാനിയ ഷീറ്റും ഒക്കെയാണ് കേട്ടോ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അതല്ലാതെ നമ്മൾ ലസാനിയ ഷീറ്റൊന്നും വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ലസാനിയ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് മൈദയാണ് വേണ്ടത്. ഒരു 2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കൊരു 3 ചപ്പാത്തി വലിപ്പത്തിലുള്ളത് വേണം കേട്ടോ. അതുകൊണ്ട് അതിനാവശ്യമായ മൈദ എടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. ഷീറ്റിന് ആവശ്യത്തിന് കുറച്ച് മതിയാവും. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പക്കാരാന്ന് പറയുന്നത്. അതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. മൈദ ഇടുമ്പോൾ അതൊരു സോഫ്റ്റ് ആവാനും ഒക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 30 ml ഒരു 2-3 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലിൽ സാധാരണ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. അതിനെ നന്നായി കൈകൊണ്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പൊതുവേ ലസാനിയ ഷീറ്റും നമുക്ക് അവൈലബിൾ ആവുന്നത് വിത്ത് എഗ്ഗാണ്. നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കുമ്പോൾ ഇത് ഞാൻ എഗ്ഗ് ഇല്ലാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, കുറച്ച് വെള്ളം മതി, മൈദ ആയതുകൊണ്ട് തന്നെ. എന്നിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായി അങ്ങോട്ട് കുഴച്ചെടുക്കുക. കുറച്ച് ടൈറ്റായി കുഴച്ചാലും വലിയ വിരോധമില്ല കേട്ടോ. ഞാൻ കുറച്ച് സോഫ്റ്റായിട്ടാണ് കുഴച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരത്തുമ്പോൾ എനിക്ക് കുറച്ചൊരു ഷേപ്പൊന്നും പെർഫെക്റ്റായി വന്നില്ല കേട്ടോ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷേപ്പ് പോയി. ഇത് കണ്ടോ, ചപ്പാത്തി മാവിൻ്റെ പോലെയാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി ഇതിനൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് എണ്ണ മുകളിലാക്കിയിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. മൈദ കുഴയ്ക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളം വേണ്ടു കേട്ടോ. കുറച്ച് ഓയിൽ ഇതുപോലെ നമുക്ക് മുകളിലാക്കി കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക കേട്ടോ. ഫ്ലേവറൊക്കെ മാറിപ്പോകും നമ്മുടെ ഡിഷിൻ്റെ. 10 മിനിറ്റ് ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഒരു ഫില്ലിങ് വേണം, വെജിറ്റേറിയൻ ഫില്ലിങ്. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയല്ല, ഒരു 2 ടീസ്പൂണോളം ഗാർലിക്ക്. കുറച്ച് വെജിറ്റബിൾസ് സോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഗാർലിക് ഒന്ന് സോട്ടായി വരുമ്പോൾ ഞാൻ ബ്രോക്കലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രോക്കോളി നമുക്കൊന്ന് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. മഷ്റൂം ഫില്ലിംഗ് വേണമെന്നുള്ളവർക്ക് മഷ്റൂം ഉപയോഗിക്കാം കേട്ടോ. പൊതുവേ കോളിഫ്ലവർ ഒന്നും നമ്മൾ ഫില്ലിങ്ങിനായിട്ട് യൂസ് ചെയ്യാറില്ല. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറും പൊട്ടറ്റോ ഒന്നും അല്ല ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതൊന്ന് വേവാനായിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ, കളറൊന്നും പോവാതെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് നേരം കുക്ക് ചെയ്യരുത് കേട്ടോ. അത് ഇതിന് ഒരു ക്രഞ്ചിനെസ് വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ ബ്രോക്കലിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഒനിയൻ നീളത്തിൽ അരിഞ്ഞത് കേട്ടോ, ഹാഫ് ചെയ്തിട്ട് നീളത്തിൽ കുറച്ച് കനത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കളേർഡായിട്ടുള്ള ഒരു ഓറഞ്ച് കളറും റെഡ് കളറും ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാം നീളത്തിലാണ് കേട്ടോ അരിഞ്ഞിരിക്കുന്നത്. ഇത് കുക്കാവേണ്ട ആവശ്യമില്ല. ഒനിയൻ്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് കുറച്ചൊന്ന് കടിക്കുമ്പോഴാണ് നമുക്ക് ഈ ലസാനിയയിലൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് നമുക്കിതിനെ സോട്ട് ചെയ്താൽ മതി. ആവശ്യമെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ ലേശം ഒറിഗാനോവും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് നല്ല ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ആവാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചെയ്യാം. ഇത് ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടോ, നല്ല എണ്ണം ആ ഒരു ക്രഞ്ചിനെസ് അങ്ങനെ കിടക്കുന്ന വിധത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിത് ഓഫ് ചെയ്തൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതിനെ ഫില്ല് ചെയ്യാം. അപ്പോഴേക്കും പോയി നമുക്ക് കുറച്ച് ലസാനിയ ഷീറ്റ് ഉണ്ടാക്കാം. ലസാനിയ ഷീറ്റിന് ഇതാ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമുക്കിതെടുത്തിട്ട് ആദ്യം ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ ഇതല്ലാതെ തന്നെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിലല്ല കേട്ടോ ലസാനിയ ഷീറ്റിനെ ഉണ്ടാക്കിയിരുന്നത്. ബേക്ക് ചെയ്യുമ്പോൾ വേറൊരു രീതിയിൽ ഉണ്ടാക്കാം. മാവൊക്കെ ഇങ്ങനെയാണെങ്കിലും ബേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല ഉണ്ടാക്കിയത്. ഇനി ഇതിനെ ഞാൻ പരത്തിയെടുക്കണം. ഒരു റൗണ്ട് പാനിലാണ് ഞാൻ ഇന്ന് ലസാനിയ ഉണ്ടാക്കുന്നത് കേട്ടോ. ബേക്ക് ചെയ്ത രീതിയിലല്ല, നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പാനിൻ്റെ വലിപ്പത്തിലാണ് നമ്മൾ ഈ ചപ്പാത്തി പോലെ പരത്തിയെടുക്കേണ്ടത്. ഇതിപ്പോൾ മൈദ ആയതുകൊണ്ട് ഷേപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എടുക്കുമ്പോഴും വെക്കുമ്പോഴൊക്കെ ഒരുപാട് തിന്നുമല്ല, ഒരുപാട് തിക്കുമല്ലാത്ത വിധത്തിൽ വേണം നമുക്ക് പരത്താനായിട്ട്. ഇത് കണ്ടോ, ഈ പാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പാനിൻ്റെ സൈസിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഞാനിത് അങ്ങനത്തെ ഒരു തിന്നായിട്ട്, ഒരുപാട് തിക്കല്ല എന്നാൽ ഒരുപാട് തിന്നല്ലാത്ത ഷീറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഒരു 3 എണ്ണം വേണം കേട്ടോ. 3 ചപ്പാത്തി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം.
ഇനി നമുക്ക് ചപ്പാത്തിയെ ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കണം. ഒരുപാട് കുക്കാവരുത്, ജസ്റ്റ് ഇടുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക എന്ന് മാത്രമേ പാടുള്ളൂ. അധിക നേരം കുക്ക് ചെയ്യരുത്, ബബിൾ വരാനോ ഒന്നും തന്നെ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ ചൂടിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക. ഇനി ഇതുപോലെ 3 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ല് ചെയ്യാനാണ് പോകുന്നത്. അതിനായിട്ട് റെഡ് സോസ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം. പിന്നെ കുറച്ച് വൈറ്റ് സോസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി തന്നെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ സോട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസും. ഇനി നമ്മൾ ഏത് പാനിലാണോ ഉണ്ടാക്കുന്നത് ആ പാൻ എടുക്കാം. ഇനി ആ പാനിലേക്ക് ആദ്യം നമ്മൾ ഷീറ്റല്ല വെക്കുക, സോസുകളാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ആദ്യം റെഡ് സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. റെഡ് സോസ് ടൊമാറ്റോ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ റെസിപ്പിയുടെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം. ഇതിനു മുമ്പ് ഞാൻ ബേക്ക്ഡ് പാസ്തയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പാകത്തിൽ. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് സോസ്, ഫുള്ളായിട്ട് വൈറ്റ് സോസ് ഒഴിക്കരുത്, കുറച്ച് നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മിക്സ് ചെയ്യുക. ഇതിൽ ഞാൻ റെഡ് സോസാണ് അടിയിൽ കൂടുതൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഒരു ചപ്പാത്തിയുടെ ഇതും കൂടി എടുക്കാം. ഇത് ഞാൻ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ എല്ലാം കുക്ക് ചെയ്തിരുന്ന, ബേക്ക് ചെയ്യുമ്പോൾ ഞാൻ വേറെ വെള്ളത്തിലിട്ട് വേവിച്ചിട്ടൊക്കെ കേട്ടോ. ആ ചപ്പാത്തിന് മുകളിലേക്ക് നമുക്കിതുപോലെ ഈ റെഡ് സോസ് നമുക്ക് തേച്ച് കൊടുക്കാം. സൈഡൊക്കെ ലൂടെയൊക്കെ നല്ലോണം ആവുന്ന വിധത്തിൽ വേണം കേട്ടോ തേച്ച് കൊടുക്കാൻ. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇത് കുക്കായി വരണം. നമുക്ക് മുകളിൽ വൈറ്റ് സോസ് നമുക്ക് ഇതുപോലെ തന്നെ കുറച്ചായിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. ഗ്യാപ്പൊക്കെ ഇരുന്നോട്ടെ കേട്ടോ വെജിറ്റബിൾസിന്, അതിൻ്റെ ഇടയിലൂടെ കുറച്ചൊരു ഇതൊക്കെ കയറാനായിട്ട്. അപ്പോൾ ഒരുപാട് ഫില്ല് ചെയ്യരുത് ഒരിക്കലും. അപ്പം നമ്മുടെ വെജിറ്റബിൾ ആയിട്ട് ഇനി നമ്മുടെ മൊസറല്ല ചീസും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് മൊസറല്ല ചീസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ലേശം ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഇതാ നമ്മുടെ മൊസറല്ല ചീസ് ഇട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് അവിടെയും ഇവിടെയുമായിട്ട് കുറച്ച് റെഡ് സോസും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് റെഡ് സോസും വൈറ്റ് സോസും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് വൈറ്റ് സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ബാലൻസ്ഡായി ഒഴിക്കാൻ നോക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചപ്പാത്തി കുക്കായിട്ടില്ല കണ്ടോ, അത് ജസ്റ്റ് ഇതിലൂടെയാണ് ആയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വൈറ്റ് സോസാണ് ഈ സെക്കൻഡ് ലെയറിൽ കൂടുതലിടുന്നത്. ആദ്യത്തെ ലെയറിൽ ഞാൻ റെഡ് സോസ് അല്ലേ കൂടുതലിട്ടത്, അതുകൊണ്ട് തന്നെ വൈറ്റ് സോസാണ് രണ്ടാമതിടുന്നത്. എന്നിട്ട് ഇതുപോലെ അവിടെയും ഇവിടെയുമായിട്ട് റെഡ് സോസ് ഇടുക, വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി എപ്പോഴും മിക്സ് ആവരുത് കേട്ടോ, അവിടെയും ഇവിടെയുമായി ഒഴിച്ചു കൊടുക്കാമെന്നൊക്കെ. കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം, എത്ര വേണമെങ്കിലും ഇടാം, അതൊന്നും ഒരു പ്രോബ്ലമേ ഇല്ല. ഇതിലിപ്പം ഞാൻ വെച്ച് കഴിഞ്ഞാൽ വന്നപ്പോൾ എൻ്റെ പാന് നന്നായിട്ടൊന്ന് നിറഞ്ഞു കേട്ടോ. കുറച്ച് വൈറ്റ് സോസ്, അപ്പോൾ ഇതാ റെഡ് സോസും അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് അടുത്ത ഒരു ഷീറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷീറ്റ് വെച്ച് ഞാൻ എല്ലാവിടെയും കറക്റ്റായിട്ട് കവർ ചെയ്തിട്ടുണ്ട് കണ്ടോ, സൈഡിലൊക്കെ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഷീറ്റ് ഇതിനേക്കാൾ എളുപ്പം റൗണ്ടിന് വരും സ്ക്വയറായി കട്ട് ചെയ്തിട്ട് പീസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്. ഇനിയിപ്പോൾ റെഡ് സോസ് നല്ലോണം ഫില്ല് ചെയ്തു. ഇനി വൈറ്റ് സോസും ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വേണം നമുക്ക്. കുറച്ച് ഈ സോസുകളൊക്കെ സൈഡിലൂടെ ഒഴുകിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ആകുമ്പോഴാണ് അത് വേവുന്നതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അടിയിൽ കുറച്ച് സോസ് ഇട്ട് കൊടുക്കണം, എന്നാലേ അത് കുക്കാവുള്ളൂ. ഉള്ളിലുള്ള ചപ്പാത്തികളൊക്കെ ഞാനൊന്ന് ചൂടാക്കാനുള്ള കാരണം ഇതൊന്ന് വെന്തില്ലെങ്കിലോ എന്നുള്ള ഫീൽ കൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ മുകളിൽ കുറച്ച് മസാല ചീസ് നമ്മുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചില്ലി ഫ്ലേക്സ് വേണ്ടവർക്ക് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു 20 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് കേട്ടോ. 20 to 25 മിനിറ്റ്സ്, അതായത് ഈ ചീസൊക്കെ മെൽട്ടാവുന്നവരെ. അതിന് പാകത്തിനൊരു അടപ്പ് വെച്ച് അടയ്ക്കാം. നിങ്ങൾക്കിപ്പോൾ ഇത്ര ഫില്ല് ചെയ്തില്ല എങ്കിലും ഒരു കുഴപ്പമില്ല, അപ്പോൾ സൈഡിൽ കൂടി വേഗം കുക്കാവാനുള്ളതുകൊണ്ട്. പക്ഷേ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാൻ. ഇതൊരു 10 മിനിറ്റ് ആയിട്ടോ. കണ്ടോ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ നല്ലവണ്ണം വേവുന്നതൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ സോസുകളൊക്കെ ജസ്റ്റ് വെന്ത് നല്ലൊരു ഫ്ലേവറൊക്കെ ഇങ്ങനെ മുകളിലേക്ക് വരുന്നുണ്ട്. എഗെയിൻ അടച്ചിട്ട് വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റും കൂടി. നിങ്ങളുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ ചീസൊക്കെ ഒന്ന് കുക്കാവുന്നവരെയാണ് കേട്ടോ ചെയ്യേണ്ടത്. കണ്ടോ ചീസൊക്കെ കുക്കായി, സൈഡിലൊക്കെ പൊന്തി വന്നു. സൂപ്പർ ലസാനിയ റെഡി കേട്ടോ. നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഇത് നല്ല ചീസി ആയിട്ട് വെജിറ്റേറിയനൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം. കണ്ടോ, ഇനി നമുക്കിതിനെ ഒന്ന് ഓഫ് ചെയ്യാം, എന്നിട്ട് സെർവ് ചെയ്യാം. എപ്പോഴും ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചുടാന്ന് സെർവ് ചെയ്യണം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ്. കണ്ടോ നല്ലൊരു ഫ്ലേവർ ആ റെഡ് സോസും വൈറ്റ് സോസും ചീസും ഒക്കെ കൂടിയായിട്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ നോക്കാം.
അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്യുന്നത് കണ്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഉള്ളിലെ സാധനങ്ങളൊക്കെ പെർഫെക്റ്റായി കുക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ കിട്ടുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സൈസിനനുസരിച്ച് കട്ട് ചെയ്യാം നമുക്ക്. ഞാൻ വെറും കട്ടർ പോലും വേണ്ട ഇത് കട്ട് ചെയ്യാനായിട്ട്. കണ്ടോ, അത്രയും പെർഫെക്റ്റായിട്ടാണ് നമുക്കിത് കട്ട് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വെജിറ്റേറിയൻ ലസാനിയ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, ചീസി എന്ന് പറഞ്ഞാലും പോരാ, ഇതൊരു അതും ആ ബ്രോക്കലിയൊക്കെ കൂടിയായിട്ട് സൂപ്പറാട്ടോ. ഒരു അഡൾട്രേഷനും ഇല്ലാതെ ഒരു സൂപ്പർ ലസാനിയ റെഡി. അപ്പം എല്ലാവർക്കും ഇന്നത്തെ പാൻ ലസാനിയ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളതൊന്ന് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.